ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിനോട് ക്രൈംബ്രാഞ്ച് ഓഫീസർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് നിത്യയെയും റൂബിയെയും നടേശനെയും കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശരത്ത് പതർച്ചയോട് കൂടി പറയണേ, എന്തിനാണ് സാർ ഞാൻ അവരെ കൊല്ലുന്നത്? അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ഇനി എന്തിനാണ് സാർ ഞാൻ അവരെ കൊല്ലേണ്ടത്? അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസർ പറയാണ്, അത് നിനക്കല്ലേ അറിയൂ. ഇല്ല സാർ, ഞാൻ അവരെ കൊന്നിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസർ പറയണേ, എങ്കിൽ നാളെ നീയാണത് എന്ന് തെളിഞ്ഞാൽ പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. പക്ഷേ സാറിന് ഒരിക്കലും അങ്ങനെയൊന്നും തെളിയിക്കാൻ കഴിയില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ, നീ ഇപ്പോൾ തൽക്കാലം പോയിക്കോ എന്ന് പറഞ്ഞ് ശരത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശരത്തിൻ്റെ ഫോണ് ക്രൈംബ്രാഞ്ച് ഓഫീസർ അങ്ങ് വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് പറയണേ, ഈ ഫോണ് നല്ല ഭംഗിയുണ്ടല്ലോ, ആ സാറിന് വേണമെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരാം. എനിക്കിപ്പോൾ തൽക്കാലം ഫോണൊന്നും നീ വാങ്ങിച്ചു തരേണ്ട, എന്തായാലും ഈ ഫോണ് തൽക്കാലം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, കാരണം എനിക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ശരത്തിന് ഇതിൽ നിന്നും ഒരു തെളിവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തന്നോളാം. അപ്പോൾ ശരത്ത് പോകുന്നതിന്റെ മുന്നേ ക്രൈംബ്രാഞ്ച് ഓഫീസർ ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ ഒരിക്കൽ ഇവിടെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തതല്ലേ? അപ്പോൾ ശരത്ത് പറയണം, അത് അവരെ കൊണ്ട് എൻ്റെ കല്യാണം മുടക്കിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എൻ്റെയും നിത്യയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ഒരു ചതി ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴൊന്നും ശരത്ത് പറയുന്ന വാക്കുകളൊന്നും തന്നെ ഓഫീസർ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ശരത്തിനോട് തൽക്കാലം പോകാൻ പറയണേ, ഇതിൽ നിന്നും ഈ ഫോണിൽ നിന്നും എനിക്ക് വേണ്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തരാം, അപ്പോൾ ഈ ഫോൺ നിനക്ക് തിരിച്ചു കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ശരത്തിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ശരത്തിനെ ചോദ്യം ചെയ്ത പോലീസ് ഓഫീസർക്ക് ചെറുതായിട്ടൊക്കെ ഒരു സംശയം വരുന്നുണ്ട്. ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പഴുത് വീണ് കിട്ടാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നീട് ശരത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നേരെ ചന്ദ്രയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു പുതിയ ഫോൺ നമ്പർ കാണുമ്പോൾ ഇത് ആരാണ് എന്നുള്ള ഭാവത്തിലാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ചന്ദ്ര ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനാണ്, ശരത്താണ്, ഇതേതാ നിൻ്റെ ഈ പുതിയ നമ്പർ? ആ ഇത് എൻ്റെ ഒരു പഴയ നമ്പറാണ്, ഞാനിത് എടുത്തു വയ്ക്കുന്നതാണ്, ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പഴയ ഫോൺ ക്രൈംബ്രാഞ്ച് ഓഫീസർ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ ഫോൺ ഇന്നല്ലെങ്കിൽ നാളെ പോലീസുകാർ പിടിച്ചെടുക്കുമെന്നുള്ളത്, അവരത് വാങ്ങിച്ച് പരിശോധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു ഫോണിലേക്ക് സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ നമ്പറുകളും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ചന്ദ്രയെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയാൻ കഴിഞ്ഞത്. ചന്ദ്രയുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ സേവ് ആക്കി വെച്ചത്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, എന്നെയും വിളിച്ചിരുന്നു ആ ക്രൈംബ്രാഞ്ച് ഓഫീസർ, എന്തിനാണിപ്പോൾ നമ്മളെ വിളിക്കുന്നത്? അവർക്ക് സംശയമുള്ളവരെയൊക്കെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ, നമ്മളെന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ ശരത്ത് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആരെയും പേടിക്കേണ്ടതില്ല, തെറ്റ് ചെയ്തവർക്കല്ലേ പേടി വേണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ശരത്ത് ഫോൺ വെക്കുന്നത്. പിന്നീട് പ്രിയയും ദേവികയും കൂടി സംസാരിക്കണം. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചി പറ്റില്ല എന്ന് പറയരുത്, എനിക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം, വീട്ടിലൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ദേവിക, ആ പോയിക്കോ, പക്ഷെ നാളെ തന്നെ നീ വരണം, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രിയയും പറയണേ, എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാനും കഴിയില്ല, അതുകൊണ്ട് നാളെ തന്നെ ഞാൻ വരും, എന്നാൽ ഞാൻ നിന്നെ അവിടെ ആക്കിത്തരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോവാൻ ഒരുങ്ങാണ്. അപ്പോൾ പ്രിയ പറയണേ, ആ ശരത്തിനോടും വീട്ടിലുള്ളവരോടൊന്നും ഞാൻ പോകുന്ന കാര്യം പറയണ്ട. അപ്പോൾ ദേവിക പറയണേ, ശരത്തിനോട് എനിക്ക് സംസാരിക്കുന്നത് തന്നെ വെറുപ്പാണ്, പിന്നെ എന്തിനാണ് നീ പോകുന്നതും നീ വരുന്നതൊക്കെ? അവനോട് പറയേണ്ടതില്ലല്ലോ, ഞാൻ അതൊന്നും പറയില്ല. അല്ല, അവനെ ഒന്ന് സൂക്ഷിക്കണം, ചേച്ചി പറഞ്ഞതുപോലെ നിത്യയെ ഇല്ലാതാക്കിയത് അവനാണെന്നുള്ളത് എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി പറഞ്ഞ സമയത്തൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല, പക്ഷെ പിന്നീടാണ് അയാളെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്, അതുകൊണ്ട് ചേച്ചി ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ദേവിക പറയണേ, ഞാൻ അവനെ എന്നോ ഈ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയതിന് അമ്മയും മുത്തശ്ശിയും അവനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ എൻ്റെ സംശയം വെച്ച് അവനെ ഞാൻ ഇല്ലാതാക്കിയതിന്, അവനെ ഞാൻ കൊന്നുകളഞ്ഞ് ഞാൻ ജയിലിൽ പോയി കിടന്നേനെ, എനിക്ക് അതിലൊന്നും ഒരു മടിയുമില്ല. പക്ഷേ അമ്മയും മുത്തശ്ശിയും അപ്പോഴും ജീവിതകാലം മുഴുവനും ശരത്ത് നല്ലവനായിട്ടാണ് അവർ കരുതൂ, അതുകൊണ്ട് മാത്രമാണ് അവനെ ഞാൻ ഇപ്പോഴും വെറുതെ വിടുന്നത്. അവൻ തെറ്റുകാരനാണെന്നുള്ളതും അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതും അമ്മയും മുത്തശ്ശിയും തിരിച്ചറിയണം, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനി ഞാൻ ക്ഷമിക്കില്ല, അവൻ ഇനി എന്തെങ്കിലും സാഹസത്തിന് അവൻ മുതിർന്നാൽ പിന്നെ ഞാൻ അവനെ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറയണ ദേവിക. എന്നിട്ട് പ്രിയയെ ടൗണിലേക്ക് ആക്കാൻ വേണ്ടി ദേവികയും പ്രിയയും കൂടി പോവുകയാണ്. പിന്നീട് ശരത്ത് പ്രഭാവതിയെയും കൂട്ടി ജോത്സരെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, എന്തിനാണ് നീ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്? അതിൽ നിനക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ, എന്താ ലക്ഷ്യം എന്നുള്ളത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ, ഇനി ഞാൻ എന്തിനാണ് അത് പറഞ്ഞു തരുന്നത്? പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടതും ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്, അതിനു വേണ്ടിയാണ് ജോത്സരുടെ
ജ്യോത്സ്യരുടെ അടുത്ത് പോയി പ്രശ്നം വെക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ ഓരോന്ന് ജ്യോത്സ്യരോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം മതി അമ്മ ജ്യോത്സ്യരോട് ചോദിക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നും അമ്മ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ശേഷമാണ് പ്രഭാവതിയെയും കൂട്ടി ശരത്ത് ജ്യോത്സ്യരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ സമയം മുത്തശ്ശി പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് പറയണ, ശരത്ത് വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എത്തിയിട്ടില്ല. ശരത്തിനെ ഞാൻ പറഞ്ഞു വിട്ടതാണ്. മനോഹരൻ അറിയാതെ ജ്യോത്സ്യരെ കണ്ട് ഇവിടുത്തെ പ്രശ്ന പരിഹാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. മനോഹരൻ അറിഞ്ഞാൽ എന്തായാലും സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ശരത്തിനെ ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ പാർവതി പറയണ, ഇതിനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയണമെന്ന് കരുതിയതാണ്. എന്തായാലും ശരത്ത് പോയിട്ടുണ്ടല്ലോ, എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുത്തശ്ശി പറയണേ, ഞാനും കൂടി ശരത്തിനോടൊപ്പം പോയേനെ, പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ പോയാൽ അത് മനോഹരൻ അറിയുകയും ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. മനോഹരേട്ടൻ ഈ വീട്ടിലേക്ക് ജ്യോത്സ്യർ വരരുത് എന്ന് പറഞ്ഞത് ശരത്തിനെ സംശയമുള്ളത് കൊണ്ടാണ്. എന്തിനാണാവോ മനോഹരേട്ടൻ സംശയിക്കുന്നത് ശരത്തിനെ? ശരത്ത് വെറും ഒരു പാവമാണ്. നിത്യയ്ക്ക് ദ്രോഹം വരുന്നത് ഒന്നും തന്നെ ശരത്ത് ചെയ്യില്ല. അതൊന്നും മനോഹരൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറയട്ടോ. അപ്പോൾ പാർവതി പറയണ, അതിനെങ്ങനെയാണ്? മനോഹരേട്ടൻ്റെ ചെവിയിൽ വേദമോതി കൊടുക്കുകയല്ലേ ആ ദേവിക, അതുകൊണ്ടാണ് ശരത്തിനെ മനോഹരേട്ടൻ ഇങ്ങനെ വെറുക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇനിയിപ്പോൾ പരിഹാര കർമ്മങ്ങൾക്ക് ഒരുപാട് തുകയാകുമോ? അപ്പോൾ പാർവതി പറയും, എത്ര തുകയാണെങ്കിലും നമുക്കത് ചിലവാക്കിയല്ലേ പറ്റൂ. നമ്മുടെ നിത്യമോളുടെ ആത്മാവിന് ശാന്തി കിട്ടേണ്ടേ അമ്മേ, അതുകൊണ്ട് എത്ര തന്നെ പൈസ ആയാലും ശരി, നമുക്ക് ഈ കർമ്മം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പാർവതിയും സംസാരിക്കുകയാണ്. പിന്നീട് സ്വാമി ജയശങ്കറിൻ്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ സ്വാമിയും തങ്കച്ചിയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിരഞ്ജൻ്റെ അമ്മയെ ഇപ്പോൾ നിരഞ്ജൻ അവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ കേൾക്കുമ്പോൾ, എങ്കിൽ ആ നിരഞ്ജൻ്റെ അമ്മയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം. സ്വാമി ബുദ്ധിപരമായ കാര്യം കൈകാര്യം ചെയ്താൽ മതി, എങ്കിൽ പിന്നെ നിരഞ്ജൻ ഉറപ്പായും അവിടെ നിന്നും ഇറങ്ങും. അമ്മയെ പുറത്താക്കിയ വീട്ടിൽ ഒരിക്കലും നിരഞ്ജൻ താമസിക്കില്ല. അപ്പം പിന്നെ അക്ഷരയും താമസിപ്പിക്കില്ല. അതോടുകൂടി ജയശങ്കർ തനിച്ചാവും. അത് പിന്നെ എനിക്ക് ഗുണം ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടക്കുകയും ചെയ്യും. എനിക്ക് ജയശങ്കർ തനിച്ചാവണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജയശങ്കറിനെ ഒതുക്കാൻ അതാണ് ഏറ്റവും നല്ല വഴി എന്നൊക്കെ തങ്കച്ചി പറയട്ടെ. അങ്ങനെ സ്വാമി തങ്കച്ചി പറഞ്ഞത് പ്രകാരം തന്നെ ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ജയശങ്കറിനോട് പറയാണ്, ഈ വീട്ടിലിപ്പോൾ ആരുമില്ലാത്തതാണ്. ഈ സമയത്ത് തന്നെ നിരഞ്ജൻ്റെ അമ്മയെ ഇവിടെ നിന്നും ഇറക്കി വിടണം. എന്നോടൊപ്പം സാറൊന്നും നിന്നാൽ മതി. സാറൊന്നും പറയേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, ബാക്കിയെല്ലാം ഞാൻ ഏറ്റുകൊണ്ട് എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ നിരഞ്ജൻ്റെ അമ്മ താമസിക്കുന്നത് കൊണ്ട് ആർക്കും ഇഷ്ടമില്ല. അക്ഷര ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആരും ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്. മരുമകൻ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് അച്ചു വീട്ടിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ അമ്മയും കൂടി വന്ന് നിന്നാൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവണം എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ്റെ അമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു ശല്യവും ഉണ്ടാവില്ല, ഞാൻ ഇപ്പം തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അതോടുകൂടി ജയശങ്കറിനൊരു വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നമാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ സ്വാമി പറയുന്നതൊക്കെ കേട്ട് ജയശങ്കർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ കാഞ്ചന വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിരഞ്ജൻ്റെ അമ്മ എവിടെ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കേണ്ട എന്നും പറഞ്ഞ് ജയശങ്കർ റൂമിലേക്ക് പോവാട്ടോ. അങ്ങനെ വിശാലിനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് കാഞ്ചന, നിരഞ്ജൻ്റെ അമ്മയെ ഇവിടെ കാണാനില്ല മോനെ, നീ എങ്ങനെയെങ്കിലും തിരഞ്ഞ് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഈ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകുമല്ലോ, ഇവിടെ കാണാനില്ല, നിരഞ്ജൻ്റെ അമ്മയെ ഇവിടെ കാണാനില്ല എന്ന് പറയുമ്പോൾ വിശാൽ പറയും, എവിടെ പോയി തിരക്കാനാണ്, എന്നാലും ഞാൻ തിരഞ്ഞോളാം എന്ന് പറഞ്ഞ് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ നിരഞ്ജൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് റോഡരികിലൂടെ വരുന്ന സമയത്താണ് ഇനി പ്രിയയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദേവിക കാണുകയാണ്. അങ്ങനെ ദേവിക, എന്താ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത്, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, മോളെ ഞാൻ നിന്നോടെല്ലാം പറയാം, പക്ഷേ നീ ഇത് ആരോടും പറയരുത്, നിരഞ്ജനോടും പറയരുത്. ഇല്ല അമ്മേ, ഞാൻ ആരോടും പറയില്ല, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ സ്വാമി വന്ന് പറഞ്ഞ കാര്യവും ജയശങ്കർ പിന്നെ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ട് നിന്നതിനെ കുറിച്ചൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അമ്മ തൽക്കാലം ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം, വീട്ടിൽ പോയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് ഇക്കാര്യം ആരോടും പറയാതിരിക്കാൻ കഴിയില്ല, ഇത് പറയണം, പ്രത്യേകിച്ച് നിരഞ്ജൻ സാറിനോട് പറയണം, നിരഞ്ജൻ സാറിൻ്റെ അമ്മയാണ്, ആരോടും പറയാതെ അങ്ങനെ ആ വീട്ടിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു. മോളെ ഞാൻ ആർക്കും ഒരു ശല്യമാകുന്നില്ല, ഞാൻ വൃദ്ധസദനത്തിൽ പോയി താമസിച്ചോളാം. അങ്ങനെ പറ്റില്ല, നിരഞ്ജൻ സാർ അറിഞ്ഞാൽ ഉറപ്പായും വൃദ്ധസദനത്തിൽ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവരും. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം, തൽക്കാലം ഇപ്പോൾ നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞ് ദേവിക നിരഞ്ജൻ്റെ അമ്മയെയും കൂട്ടി പൊന്നുമണി രവണനും താമസിക്കുന്ന ആ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്.